നടൻ നിവിൻ പോളിക്കെതിരായ വഞ്ചനാ കേസ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. നിവിൻ പോളിക്കും ഇബ്രിഡ് ഷൈനുമെതിരായ കേസിലെ തുടർ നടപടികളാണ് കോടതി തടഞ്ഞിരിക്കുന്നത്. ആക്ഷൻ ഹീറോ ബിജുവിന്റെ രണ്ടാം ഭാഗത്തിന്റെ വിതരണാവകാശവുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ നിർമ്മാതാവ് ഷംനാസിന്റെ പരാതിയിലാണ് ഇരുവർക്കുമെതിരെ കേസെടുക്കുന്നത്. ബിനിലാണ് വിവരങ്ങളുമായി ചേർന്നത്. ബിനിൽ, ഈ നടപടികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്ത സാഹചര്യം എന്താണ്? കോടതി ഇക്കാര്യത്തിൽ കൂടുതൽ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടോ? നിരീക്ഷണമുണ്ടോ? ആ കോടതി ഉത്തരവ് പുറത്തേക്ക് വന്നിട്ടില്ല. അപ്പോൾ മാത്രമായിരിക്കും കൂടുതൽ എന്തെങ്കിലും നിരീക്ഷണങ്ങളോ പ്രതികരണങ്ങളോ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടോ എന്നത് വ്യക്തമാകുകയുള്ളൂ. ഇപ്പോൾ കോടതി ഈ കേസ് സ്റ്റേ ചെയ്തിരിക്കുകയാണ്. തലയോലപ്പറമ്പ് പോലീസാണ് നിവിൻ പോളിക്കും ഇബ്രിഡ് ഷൈനുമെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. ആക്ഷൻ ഹീറോ ബിജുവിന്റെ രണ്ടാം ഭാഗം അതിന്റെ വിതരണാവകാശത്തെ ചൊല്ലിയാണ് തർക്കം. അതുമായി ബന്ധപ്പെട്ട 2 കോടി രൂപയുടെ ഇടപാട് നടന്നുവെന്നും തന്നെ പണം പറ്റിച്ചുവെന്നും ആരോപിച്ച നിർമ്മാതാവ് ഷംനാസ് കോടതിയെ സമീപിക്കുകയായിരുന്നു. അതിലാണ് പിന്നീട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ആ കേസ് നിയമപരമായി നിലനിൽക്കില്ല എന്നാണ് നിവിൻ പോളിയുടെയും ഇബ്രിഡ് ഷൈന്റെയും വാദം. അതിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. നിവിൻ പോളിയെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ ഒരു വിധിയാണ്. കാരണം ഈ കേസിന്റെ തുടർ നടപടികൾ സ്റ്റേ ചെയ്തിരിക്കുകയാണ് ഹൈക്കോടതി. അതുകൊണ്ട് തന്നെ മറ്റ് നടപടികളിലേക്ക് നിവിൻ പോളിക്ക് തുടർന്ന് പോകാനും കഴിയും. ഈ നിർമ്മാതാവിനെതിരെ ഈ നിവിൻ പോളി അടക്കമുള്ളവർ മറ്റ് കേസുകളും കൗണ്ടർ കേസുകളും ഇതുമായി ബന്ധപ്പെട്ട് നൽകുകയും ചെയ്തിട്ടുണ്ട്. ശരി.